നമസ്കാരം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് സ്റ്റേ ഇല്ല. പരിഷ്കരണവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന ഹർജികളിലെ ആവശ്യം കോടതി നിരാകരിച്ചു. ഇതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കനത്ത തിരിച്ചടിയായി. മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾക്ക് നിയമ പരിരക്ഷ കിട്ടുകയും ചെയ്തു. അതിനിടെ പരിഷ്കാരം നടന്ന രണ്ടാം ദിവസവും ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധത്തിലാണ്. ഇന്നും ഡ്രൈവിംഗ് പരീക്ഷ നടന്നില്ല. അതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഗതാഗത കമ്മീഷണർ ഇറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിന് പരിഷ്കാരം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള 4/2024 എന്ന സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ജീവനക്കാർ, യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ കോടതിയെ സമീപിച്ചത്. 4 ഹർജികളാണ് ജസ്റ്റിസ് കൈസർ എടപ്പകത്തിന്റെ ബെഞ്ച് പരിഗണിച്ചത്. ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ അടിയന്തരമായി സ്റ്റേ ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം കാണുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സമരം തുടരും. ഈ കേസിലെ അന്തിമ വിധിയും മോട്ടോർ വാഹന വകുപ്പിന് നിർണായകമാകും. ഇന്നലെ ഇത് സംബന്ധിച്ച് വലിയ വാഗ്വാദങ്ങൾ നടന്നിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകൾ മാഫിയ സംഘങ്ങളാണെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയാണ് CITUവിന് മന്ത്രി ഗണേശനെ ഒതുക്കാൻ കിട്ടിയിരിക്കുന്ന വടി. മലപ്പുറത്താണ് വൻ മാഫിയ എന്നാണ് പറഞ്ഞത്. ഇതോടെ ആകെ ബഹളമായി. പിണറായിക്കാണെങ്കിൽ ഗണേശനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിനിടയിലാണ് ഗണേശൻ ഒരു വടി എറിഞ്ഞു കൊടുക്കുന്നത്. ആ വടിയാണ് ഇപ്പോൾ നല്ലത് തന്നെ എന്ന് ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വടി കിട്ടിയ പാതി കിട്ടാത്ത പാതി മലപ്പുറത്തേക്ക് വിളിച്ച് ഗണേശനെ തീർക്കണമെന്ന് പറഞ്ഞതും പിണറായി തന്നെ. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് പിണറായിയുടെ കളി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഡ്രൈവിംഗ് സ്കൂളുകാരെ സംഘടിപ്പിച്ച CITU പ്രക്ഷോഭത്തിനും ഇറങ്ങി. CITUവിനെ വിട്ട് നടത്തിയ കളി ഒരു പരിധിവരെ നടപ്പായി. അത് ഇനിയും തുടരുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി ആളുകളുടെ ജീവൻ ബലി കൊടുക്കാനാകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഗണേഷ് കുമാർ. ലൈസൻസ് നിസ്സാരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ട്. റോഡ് സുരക്ഷയാണ് മുഖ്യം. അതിനാണ് ഈ പരിഷ്കാരങ്ങൾ അത്രയും നടപ്പാക്കുന്നത്. മലപ്പുറത്ത് ഒരു മാഫിയുണ്ട്. അവരാണ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അത് വിലപ്പോകില്ലെന്ന് മന്ത്രി ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിഷേധം തുടർന്നാൽ ലൈസൻസ് നൽകൽ പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുമെന്നാണ് CITUയുടെ പ്രതീക്ഷ. മന്ത്രിയുടെ ഉറച്ച നിലപാടിൽ CPM അനുകൂല സംഘടന വലിയ പ്രതിഷേധത്തിലുമാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കൂടിയതും ലൈസൻസ് അനുവദിച്ചതും അത്ഭുതപ്പെടുത്തി. ടെസ്റ്റിന് സർക്കാർ സംവിധാനം ഉണ്ടാക്കും. മലപ്പുറം RT ഓഫീസിൽ വലിയ വെട്ടിപ്പിന് ശ്രമം നടന്നു. അത് സർക്കാർ അനുവദിക്കില്ല. ക്രമക്കേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഗ്രൗണ്ടിൽ ടെസ്റ്റ് വേണ്ടെന്നും സർക്കാർ സ്ഥലം വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തുമെന്നും വ്യക്തമാക്കിയ മന്ത്രി ഗുണ്ടായിസം സർക്കാരിനോട് നടക്കില്ലെന്നും മലപ്പുറത്തെ വേല കയ്യിൽ വെച്ചാൽ മതിയെന്നും പറഞ്ഞിരുന്നു. നന്ദി.